പ്രശ്നം നടക്കും. ഒരു കാര്യം നേരത്തെ സ്വന്തം ചോദിച്ചൊരു കാര്യം ഇടതുപക്ഷത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം ചോദിക്കുകയും ചെയ്തു, ഷിജുവും സജീവും ഒക്കെ ഇടതുപക്ഷം എന്നുള്ള നിലയ്ക്ക് പ്രതീക്ഷ വെറുതെ പറഞ്ഞാണോ അതോ ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? സുരേന്ദ്രൻ എന്തായാലും കേരളത്തിൽ ആ തരത്തിലൊരു ഇടതുപക്ഷമില്ല എന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അധികം വ്യത്യസ്തമല്ല അഭിപ്രായം. എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ, കേരളത്തിലൊരു ഇടതുപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് അടുത്തടുത്ത 2 ഇലക്ഷനിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണെങ്കിൽ അതിന് തൊട്ടടുത്ത 2 പ്രാവശ്യം ഇലക്ഷനിൽ ജയിക്കാൻ പറ്റൂല. അത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇടതുപക്ഷമല്ല എന്നാണ്. കാരണം ഇടതുപക്ഷം നിലനിൽക്കുന്ന അധികാര രൂപങ്ങളെ ഭയമില്ലാതെ നിരന്തരം ചോദ്യം ചെയ്യുന്ന സംവിധാനമാണ്. അങ്ങനെ ആവുമ്പോൾ അത് നിരന്തരം പ്രതിപക്ഷമാവാനേ ഇടതുപക്ഷത്തിന് പറ്റും. അങ്ങനെ 2 പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷമല്ല എന്നുള്ളതാണ് നിലപാട്. മറ്റൊരു കാര്യം, വ്യത്യസ്ത ജ്ഞാന വ്യവസ്ഥകളെക്കുറിച്ച് ഇപ്പം കേരളത്തിൽ നടക്കുന്ന രസകരമായിട്ടുള്ള ഒരു ഡിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദ ഡോക്ടർമാർ പറയുന്നു ഈ പാരമ്പര്യ ചികിത്സകർക്ക് സമ്മതിക്കരുത് പ്രാക്ടീസ് ചെയ്യാൻ, അവർ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കരുത്, അവർ മൊത്തം തട്ടിപ്പാണ്, അവരെ പറ്റില്ല എന്ന് പറയും. ഇപ്പോഴത്തെ അലോപ്പതി പറയുന്നത് ഈ ആയുർവേദം തന്നെ സംശയമാണ്, ആയുർവേദം ശാസ്ത്രീയമല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു മീൻ, അതിനെ തിന്നുന്ന ഒരു വലിയ മീൻ, അതിനെ കൂടി തിന്നുന്ന കുറച്ചും കൂടി വലിയ മീൻ, പിന്നെ അതിനെ എല്ലാത്തിനും കൂടി തിന്നാൻ പറ്റുന്ന വലിയൊരു മീൻ, പിന്നെ അതിനേക്ക് വലിയ അലോപ്പതി എന്ന് പറയുന്ന വലിയൊരു മീൻ. ഇങ്ങനെയാണ് ചികിത്സാ സംവിധാനം നിൽക്കുന്നത്. ഇതിൽ എവിടെ വെച്ചിട്ടാണ് ശാസ്ത്രീയത ഇവിടെ വരാൻ നമ്മൾ വരയ്ക്കുക എന്നറിയണമെങ്കിൽ ഷിജുവിൻ്റെ പുസ്തകം വായിക്കാൻ തന്നെ വേണം. എങ്ങനെയാണ് വര വരയ്ക്കാൻ പറ്റുക, എവിടെ വരെ ശാസ്ത്രീയത നമുക്ക് സാധ്യമാകും, അതിൻ്റെ നിർവചനം എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംവിധാനത്തെ, ഒരു ജ്ഞാന വ്യവസ്ഥയെ അത് ശാസ്ത്രീയമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം എന്നുള്ള ചോദ്യം. മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേഹം പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്നത്, നമ്മുടെ ശാസ്ത്രത്തിനകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് ശാസ്ത്രത്തെ മൊത്തത്തിൽ തന്നെ വിഷമാവസ്ഥയിൽ പെടുത്തില്ലേ, അതിനെ ക്ഷയിപ്പിക്കുകയല്ലേ ചെയ്യുക, അതിൻ്റെ ബലം കുറയുകയല്ലേ ചെയ്യുക. നമുക്കാണെങ്കിൽ ശാസ്ത്രത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാനുണ്ട്. ആരോട് യുദ്ധം ചെയ്യണം? നമുക്ക് ഹിന്ദുത്വത്തിനോട് യുദ്ധം ചെയ്യണം, നമുക്ക് അപ്പുറത്ത് നവദാസികളോട് യുദ്ധം ചെയ്യണം. ആ തരത്തിലുള്ള യുദ്ധങ്ങൾ ചെയ്യാനിരിക്കുന്ന സമയത്ത് ശാസ്ത്രത്തെ തന്നെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ചർച്ച ഇതിനകത്ത് നടത്തുന്നത് ശരിയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാം. നിലപാട് എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടത് മനസ്സ് ഒരു ഇടപെടൽ നടത്തിയൊരു സമയം വിപ്ലവം തന്നെയാണ്. പക്ഷെ ആ സമയത്ത് തന്നെയാണ് മാർക്സിസത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഇന്റേണൽ ഡിബേറ്റ് നടന്നിരുന്നത്. ഒരു വശത്ത് റോസ ലക്സംബർഗ് ഉണ്ട്, അപ്പുറത്ത് ട്രോട്സ്കി ഉണ്ട്, ഇപ്പോഴത്തെ ലെനിൻ ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇന്റേണൽ ഡിബേറ്റ് നടക്കുന്ന സമയത്താണ് പാർട്ടി ഏറ്റവും സ്ട്രോങ് ആയി നിന്നിരുന്നത്. അല്ലാതെ ഡിബേറ്റ് നടക്കാതിരുന്ന സമയത്തല്ല. വേറെ തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ് ആരോഗ്യം ഉണ്ടാവുക, വെറുതെ ഇരിക്കുമ്പോഴല്ല. ഇതാണ് അതിൻ്റെ ഉത്തരം. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സംസാരിച്ച സമയത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ആർക്കാണ് ശാസ്ത്രം വേണ്ടെന്നുള്ള ചോദ്യം നമ്മളിങ്ങനെ ചോദിച്ചു. അവസാനത്തെ 2 പേരെ ഞാൻ വിട്ടുപോയി. അതിലൊന്ന്, കേരളത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് ശാസ്ത്രമെന്ന് തോന്നിപ്പിക്കുന്ന നിലപാടുകളെടുത്ത കിഫ എന്ന് പറയുന്ന പുതിയൊരു സംഘടനയാണ്, കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന കക്ഷികൾ. ഇതിപ്പോൾ അവർക്കാണ് ഏറ്റവും അധികം ശാസ്ത്രം അവരെടുത്ത് ഉപയോഗിക്കുന്ന മനുഷ്യർ. അവരെപ്പോഴും ഡാറ്റ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു കാര്യം അവരോട് പറഞ്ഞാൽ അവർക്ക് ഡാറ്റ എവിടെ പറയും, ഡാറ്റ തരും എന്ന് പറയും. ഓൺലൈൻ ഡിസ്കഷനിൽ ഒരിക്കൽ ഞാൻ കേട്ടൊരു കാഴ്ച, ഒരാൾ അന്ന് കോവിഡിൻ്റെ സമയത്താണ് ഈ വോയിസ് മാത്രമുള്ള ഡിസ്കഷൻസ് നടക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഒരാൾ പറഞ്ഞു, കേരളത്തിൽ ആദിവാസി മേഖലയിൽ കുടിയേറ്റക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കിഫയുടെ ഒരു പ്രതിനിധി പറഞ്ഞു, എവിടെ ഡാറ്റ എവിടെ, എത്ര കേസ് ബുക്ക് ചെയ്തു, എത്ര കേസ് രജിസ്റ്റർ ചെയ്തു? ഇയാൾ കുടുങ്ങി. എന്താ പറയാൻ? വേറൊരു രസകരമായിട്ടുള്ള ഡാറ്റ അവർ ചോദിച്ചത്, കേരളത്തിൽ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മരങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതെന്നും ഓക്സിജൻ പുറത്തു വിടുന്നു. അങ്ങനെയല്ല, അതിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് താഴ്ക്കുകയും ചെയ്യുന്നത് കടലിലെ പായലുകളാണ്. ഈ സയൻസ് അറിയാതെയാണ് ഇവിടെ എല്ലാവരും ജൂൺ 5 മരം വെച്ചുകൊണ്ടിരിക്കുന്നത്. പാവം മരത്തെക്കുറിച്ച് കവിത എഴുതിയ മരക്കവികളെ എല്ലാം റദ്ദാക്കാനായിട്ട് ഉപയോഗിച്ചത് ഈ ശാസ്ത്രമാണ്. അപ്പോൾ ഡാറ്റ എവിടെയെന്ന് ചോദിക്കുക. അവസാനമായിട്ട് ചോദിക്കുന്നൊരു കാര്യം, കേരളത്തിലെ ഡാറ്റ അനുസരിച്ചിട്ട് കേരളത്തിൽ കാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വന്യജീവികളുമായിട്ടുള്ള സംഘർഷം കൂടുതലല്ലേ ചെയ്യുക. അപ്പോൾ ഇനിയും കാട് കൂടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? കാടിൻ്റെ അളവ് ആവശ്യത്തിലേറെ കൂടുതലാണ്. 30% കാടേ ആവശ്യമുള്ളൂ. ഇപ്പം നമുക്ക് 52% കാടുണ്ട്. ഇത് ഇനിയും കൂട്ടാനായിട്ട് ഉള്ള പരിപാടികളൊന്നും നടത്തി, ഇത് വേറൊരു വാദമാണ്. ഇങ്ങനെയാണ് ശാസ്ത്രം ഉപയോഗിക്കപ്പെടുന്നത്. ശാസ്ത്രീയം എന്ന് പറയുന്നത് ഡാറ്റയാണ്.
ഡാറ്റയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ ശരിയാണ്, സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഡാറ്റാബേസ് നോക്കി കഴിഞ്ഞാൽ ഓരോ വർഷം കാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാട് കൂടുന്നതുകൊണ്ടല്ല, മറിച്ച് കാടിൻ്റെ നിർവചനം മാറ്റിയതുകൊണ്ടാണ്. കാട് എന്നുള്ളത് പണ്ട് നമ്മൾ റിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിന് ഡെഫിനേഷൻസ് ഉണ്ടായിരുന്നു, ഇത്ര മരം. അത് മാറ്റിയിട്ട് ട്രീ കവറും കൂടി കാടായിട്ട് പരിഗണിക്കാമെന്നുള്ള തീരുമാനം വന്നതോടുകൂടിയാണ് റബ്ബർ തോട്ടവും തെങ്ങും തോപ്പവും ഇപ്പോൾ ഈ നമ്മുടെ അക്കാഡമിക് ക്യാമ്പസുകളൊക്കെ കാടാണ്. കാരണം ഇത്രയും ട്രീ കവർ കൂടിയുണ്ട്. ഇങ്ങനെ നിർവചനം മാറ്റുമ്പോഴാണ് ഈ ഏരിയ കൂടുന്നത്. ഈ കൂടിയ ഏരിയ വെച്ചിട്ടാണ് അവർ പറയുന്നത്, നോക്ക് ഡാറ്റ നോക്കൂ, കേരളത്തിൽ കാട് കൂടിയിരിക്കും, അതിൽ ഇനിയും മരം നശിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ശാസ്ത്രം ഉപയോഗിക്കുന്ന കിഫക്കാരുണ്ട്. അതിനേക്കാൾ ഏറ്റവും ഗംഭീരമായിട്ട് ഡാറ്റ ഉപയോഗിക്കുന്ന കഴിവുകളാണ് നാസ്തികർ. അവരെ സംബന്ധിച്ച് ശാസ്ത്രം എന്ന് പറയുന്ന സാധനം അബ്സല്യൂട്ട് ട്രൂത്താണ്. ഞാൻ അപ്പുറം ഇപ്പുറം ഇതില്ല. അത് ലോകത്ത് കഴിഞ്ഞ 150 വർഷത്തിന് പുറകിലേക്ക് ലക്ഷക്കണക്കിന് വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരൊക്കെ മണ്ടന്മാരായിരുന്നു. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായത് 150 വർഷം മുന്നെയാണ്. ശാസ്ത്രം ഉണ്ടായപ്പോഴാണ്. ആ ശാസ്ത്രം ഉണ്ടായപ്പോൾ മുതലുള്ള കാര്യം ഭയങ്കര ക്ലിയറാണ്. അതിന് മുന്നേയുള്ള മുഴുവൻ സാധനവും അവർ പ്രതിനിധികളെ ഈ തരത്തിലാണ് ശാസ്ത്രം കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. പലപ്പോഴും നമ്മൾ പറയുക ശാസ്ത്രവും സാങ്കേതിക വിദ്യ എന്നാണ്. ഇത് രണ്ടാണെന്ന് പോലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ശാസ്ത്രത്തിൻ്റെ ജോലി അതിൻ്റെ എല്ലാ സബ്ജക്റ്റിവിറ്റി അടക്കം ചുറ്റുമുള്ള പ്രകൃതിയെ വിശദീകരിക്കുക എന്നുള്ളതാണ്. ടെക്നോളജിയുടെ ഉദ്ദേശം പുതിയ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുഖകരമാക്കാൻ പറ്റുന്ന ഗാഡ്ജറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഐൻസ്റ്റീനെ നമ്മളൊരു സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പ്രകൃതിയെ വിശദീകരിക്കാനാണ് ശ്രമിച്ചത്. E=mc² എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ള പ്രധാനപ്പെട്ട ചില ബലങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അദ്ദേഹം പറയാനാണ് ശ്രമിക്കുന്നത്. അതേസമയം എഡിസൺ എന്ന് പറയുന്ന ആൾ, തോമസ് ആൽവ എഡിസൺ സയൻറ്റിസ്റ്റ് ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു ടെക്നോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഈ പരിപാടിയായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. സയൻസിൻ്റെ സംശയമായിട്ട് ചോദിക്കുന്ന പുള്ളി ഓടിച്ചു വിടരുത്. പോയിട്ട് കോളേജിലെങ്ങാനും പോയി ചോദിക്കും, എന്നോട് സയൻസ് ചോദിച്ചു വന്നേക്കരുതെന്ന് പറയും. എഡിസൺ പ്യൂർലി ഒരു ടെക്നോളജിസ്റ്റ് ആയിരുന്നു. ഇന്ത്യയിലേക്ക് വന്നാൽ സി.വി. രാമൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പ്രകൃതിയെ വിശദീകരിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് കടലിന് നീല നിറം, എന്താണ് അതിൻ്റെ പറയുക. ഈ കടലിന് നീല നിറം എന്താണെന്ന് അറിഞ്ഞിട്ട് ആർക്കും ഉപകാരമുള്ളത്? കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് 10 മീൻ കൂടുതൽ കിട്ടും? ഇല്ലല്ലോ. പക്ഷേ ഇത് ശാസ്ത്രത്തിൻ്റെ ജോലിയല്ല. ശാസ്ത്രത്തിൻ്റെ ജോലി ഇത് വിശദീകരിക്കുകയാണ്. അത് ടെക്നോളജിയുടെ ജോലി. അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നില്ല, അദ്ദേഹം ഒരു ടെക്നോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പ്രകൃതി വിശദീകരിക്കുകയല്ല ചെയ്ത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ ടീമിനെ കൊടുത്താൽ, മിഷൻ കൊടുത്താൽ അതിന് പറ്റിയ മിസൈൽ അദ്ദേഹം ഉണ്ടാക്കുകയായിരുന്നു. ഇത് തമ്മിലെങ്കിലുള്ള വ്യത്യാസം കുട്ടികളോട് പറയേണ്ട ആവശ്യമുണ്ട്. അവസാനമായിട്ട് സിദ്ധാന്തങ്ങളുടെ കാര്യം. മലയാളം പഠിക്കുന്ന ആളുകൾ, മലയാള ഭാഷ പഠിക്കുന്ന കുട്ടികൾ ഡിഗ്രി തലത്തിലെത്തിയാൽ ഉറപ്പായിട്ട് അവർ സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവർ മാസ്റ്റേഴ്സ് ലെവലിൽ പോയാൽ ഉറപ്പായിട്ട് അവർ സിദ്ധാന്തങ്ങൾ, സാഹിത്യ സിദ്ധാന്തങ്ങൾ, സാംസ്കാരിക മേഖലയിലുള്ള സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സയൻസിൻ്റെ ഒരു സിദ്ധാന്തം പഠിക്കാൻ നമുക്ക് MSc പാസ്സാവാൻ പറ്റും. ഏതൊരു ശാസ്ത്ര വിഷയത്തിൽ ഒരു കുഴപ്പമില്ല, സിദ്ധാന്തം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ രസകരമായിട്ടുള്ളൊരു കാര്യം, മലയാളം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അവർ പഠിക്കുന്ന ആരെയാണോ അവരുടെ പുസ്തകങ്ങളാണ് വായിക്കുക. ഇപ്പോൾ ഒരാൾ ഷേക്സ്പിയറിനെ പഠിക്കുന്നുണ്ടെങ്കിൽ ഷേക്സ്പിയറിൻ്റെ എഴുതിയതാണ് വായിക്കുന്നത്. കാഫ്കയുടെ പുസ്തകം വായിച്ചിട്ടാണ് കാഫ്കയെ പഠിക്കുന്നത്. മൂന്നിൻ്റെ പുസ്തകം വായിച്ചിട്ടാണ് മൂന്നിനെ പഠിക്കുന്നത്. MTയുടെ വായിച്ചിട്ടാണ് MT പഠിക്കുന്നത്. സയൻസിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മൾ ഡാർവിനെ കുറിച്ചിട്ടൊക്കെ 20 മാർക്കിന് ഉത്തരം എഴുതാൻ പറഞ്ഞാൽ കുട്ടികൾ അതിൽ 1-ാം തരത്തിൽ എഴുതും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഡാർവിൻ എഴുതി ഒരു വരി പോലും വായിക്കേണ്ട ആവശ്യം സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കില്ല. ഈ പുസ്തകം ഒരു പുതിയ സബ്ജക്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. ശാസ്ത്രത്തിനകത്ത് ശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും ഇടയ്ക്കുള്ള ഗംഭീരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ സിദ്ധാന്ത അടിത്തറ വിശദീകരിക്കുന്ന ഒരു പുസ്തകം, ഒരു പുതിയ ഡൊമൈൻ ഓപ്പൺ ചെയ്യുകയാണ് മലയാളത്തെ സംബന്ധിച്ചിട്ടെങ്കിലും. ആ ഡൊമൈനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചില നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമുണ്ട്. ആ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളിലേക്ക് മലയാള സമൂഹം മാറാനായിട്ടുള്ള ഒരു തുടക്കമായിട്ട് പുസ്തകം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.